കേരള തീരത്തെ കള്ളക്കടൽ സാധ്യതയെന്ന റിപ്പോർട്ടുകൾ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി വിവിധ തീരപ്രദേശങ്ങളിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി. അറബിക്കടലിലും കേരള തീരത്തും കാറ്റിന്റെ വേഗത വർദ്ധിക്കാനും ഇടയുണ്ട്. കേരളത്തിൽ കാലവർഷം എത്തുമെന്ന മുന്നറിയിപ്പിനിടയിൽ തന്നെ ആശങ്ക പടർത്തി കേരള തീരത്ത് കള്ളക്കടൽ സാധ്യതാ മുന്നറിയിപ്പും എത്തിയിരിക്കുന്നു. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിലാണ് ഇപ്പോൾ കള്ളക്കടൽ പ്രതിഭാസത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 0.7 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമാണ് അറിയിപ്പ് നൽകിയിരിക്കുന്നത്. കന്യാകുമാരി തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾ ഉണ്ടാകുന്നുണ്ട്. ഇത് കാരണം കടലാക്രമണത്തിന് സാധ്യത കൂടുതലാണ്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറങ്ങുന്നത് ഈ സമയങ്ങളിൽ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധനയാനങ്ങൾ ഇറക്കുന്നതുപോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നതും. ആയതിനാൽ തിരമാലകൾ ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറങ്ങുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ സമയത്ത് ബീച്ചിലേക്കുള്ള യാത്രകളും കടലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാനും ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അതേസമയം കേരളത്തിൽ കാലവർഷം ഔദ്യോഗികമായി ജൂൺ 1 ആരംഭിക്കുന്നതെന്ന പൊതുവായ ധാരണയ്ക്ക് വിരുദ്ധമായുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതായത് മൺസൂൺ മെയ് മാസത്തിലേക്ക് മുൻകൂട്ടി എത്തുന്ന പ്രവണത ശക്തമാകുന്നതാണ് മുൻകാലങ്ങളിൽ നാം കണ്ടത്. കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും ഇതിനുള്ള പ്രധാന കാരണമാണ്. കേരളത്തിലെ മഴയുടെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. ആകെ വാർഷിക മഴ കുറഞ്ഞു വരുമ്പോഴും അതിതീവ്ര മഴ ചില മേഖലകളിൽ കൂടുതൽ ശക്തമായി പെയ്യുകയാണ്. പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തോട് ചേർന്ന മധ്യവടക്കൻ കേരള മേഖലകളിൽ പെട്ടെന്നുള്ള കനത്ത മഴയും വെള്ളപ്പൊക്ക സാധ്യതയും ഉയരുന്നതായാണ് പഠനങ്ങൾ പറയുന്നത്. കേരളത്തിൽ കാലവർഷം സാധാരണയായി ജൂൺ 1 എത്താറുള്ളത്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലായി മെയ് മാസത്തിൽ തന്നെ മൺസൂൺ ആരംഭിക്കുന്ന സാഹചര്യം വർദ്ധിച്ചു വരുന്നുണ്ട്. 2000 ശേഷമുള്ള കാലഘട്ടത്തിൽ മാത്രം 14 തവണ മൺസൂൺ മെയ്യിൽ എത്തിയതായി IMD ഡാറ്റ വ്യക്തമാക്കുന്നുണ്ട്. ഭാവിയിൽ മൺസൂൺ നേരത്തെ എത്തുന്ന പ്രവണത കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു. കൂടാതെ കേരളത്തിലൂടെയാണ് ഓരോ വർഷവും ഇന്ത്യയിൽ കാലവർഷം ഔദ്യോഗികമായി പ്രവേശിക്കുന്നത്. അതിനാൽ തന്നെ സംസ്ഥാനത്തെ കാലാവസ്ഥാ സാഹചര്യം സൂക്ഷ്മമായി വിലയിരുത്തിയ ശേഷമാണ് IMD മൺസൂൺ പ്രഖ്യാപനം നടത്തുന്നതും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.